സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലെ അത്തിരിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് നേപ്പാളിലെ കൈലാലി ഡിസ്ട്രിക്റ്റിൽ വരുന്ന അത്തിരിയ എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട സിറ്റിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, എൻ്റെ യാത്രയിൽ ഒരു ഫാമിലിയെ പരിചയപ്പെട്ടു. അവരിപ്പോൾ എന്നെ നേപ്പാളിലെ ചിസ്പാനി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് അയക്കുവാണ്. ഈ ഒരു വണ്ടിയിലാണ് ഞാൻ പോകുന്നത്. അതായത് സുദർ പസീം എന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റ് ഞാൻ വൈൻഡപ്പ് ചെയ്യുമെന്ന് പറയും. സ്റ്റേറ്റിൽ നിന്ന് പോയി പുതിയൊരു പ്രൊവിൻസിലേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നൊരു യാത്രയാണ്. കർണാലി പ്രൊവിൻസ് എന്ന് പറയും. ഏകദേശം ഒരു 80 കിലോമീറ്റർ ചിസ്പാനി വരെ ഞാൻ ഈ വാഹനത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇവിടുത്തെ വാഹനമാട്ടോ ഈ കാണുന്നത്. ഒരു ഫേമസ് ആയ ഒരു വാഹനമാണ്. ഈ ഒരു നേപ്പാളിൽ നിങ്ങൾ എവിടെ പോയാലും സഞ്ചാരികളെയും കൊണ്ട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട വണ്ടിയാണ് ഈ കാണുന്ന ടൈപ്പ് വണ്ടി. ചൈന കൺട്രി में इधर आओ, ठीक है. चाइनीज വണ്ടിയാണ്. ठीक है. ചൈന में इधर का एक्सपोर्ट करता है. ഓക്കെ, ഈ ചൈന ഗാഡിയാട്ടോ, ചൈനത്തെ വാഹനമാണ്. നേപ്പാളിൽ കൂടുതലായിട്ട് കാണും. ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ, ഞാൻ 80 കിലോമീറ്റർ വാഹനത്തിൽ സഞ്ചരിക്കും. നിങ്ങൾക്കറിയാം ഞാൻ നടന്നുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഇതൊക്കെ നമ്മളെ യാത്രയിൽ കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണെന്ന് പറയും, ഇങ്ങനത്തെ ഒരു വാഹന സൗകര്യമൊക്കെ. ഇത് കഴിഞ്ഞ് ഞാൻ അടുത്ത സ്ഥലങ്ങളിലേക്ക് നടന്നു തന്നെയാണ് യാത്ര ചെയ്യുക. അപ്പോൾ ഈ അത്തിരിയ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ കാരണം, നേപ്പാളിലെ കൈലാലി ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു സിറ്റി കൂടിയാണ് ഈ ഒരു അത്തിരിയ എന്ന് പറയുന്നത്. തെക്ക് പടിഞ്ഞാറൻ നേപ്പാളിലെ ലുംബിനി പ്രവിശ്യയിലെ ബാങ്കെ ജില്ലയിലെ ഒരു ഗ്രാമമാണ് ചിസാപാനി. അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരു ഗ്രാമം കൂടിയാണ് ചിസാപാനി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലുംബിനി സ്റ്റേറ്റിലാണ്. നേപ്പാളിലാകെ 7 സംസ്ഥാനങ്ങളാണുള്ളത്. അതിൽ രണ്ടാമത്തെ സംസ്ഥാനമാണ് ലുംബിനി എന്ന് പറയുന്നത്. തൊട്ടുമുകളിൽ കാണുന്ന ആ പാലമാണ് കർണാലി പാലം. നേപ്പാളിലെ പ്രധാനപ്പെട്ട ഒരു പാലമാണ് കർണാലി. കർണാലി ഒരു നദിയാണ്. അതിൻ്റെ യഥാർത്ഥ പേര് ഗാഗ്ര നദി. എന്തായാലും മനോഹരമായിരിക്കുന്ന ഈ സ്ഥലം. ഇതിലൂടെയുള്ള യാത്രകൾ എന്നും നമുക്ക് പുതിയ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലം. കർണാലി പാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളിലൊന്നാണ് 500 മീറ്റർ നീളമുള്ള ലോകത്തിലെ 91ാമത്തെ വലിയ കേബിൾ സ്റ്റേഡ് പാലം കൂടിയാണ് കർണാലി പാലം എന്ന് പറയുന്നത്. കർണാലി കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് നേപ്പാളിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് പാലമാണ്. കാഠ്മണ്ഡുവിൽ നിന്നും 500 കിലോമീറ്റർ പടിഞ്ഞാറായാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. നേപ്പാളിലെ പടിഞ്ഞാറൻ താരെ സമതലങ്ങളിലെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടനയാണ് കർണാലി പാലം എന്ന് പറയുന്നത്. കർണാലി പാലത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് കർണാലി നദിയാണ്, അല്ലെങ്കിൽ ഗാഗ്ര നദി. ഇത് ടിബറ്റിലെ മക്ച സംഖു എന്ന് പറയുന്ന ഹിമാലയത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് നേപ്പാൾ പർവ്വത താഴ്വരകളിലൂടെ ഒഴുകി പോകുന്നു ഈ ഒരു നദി. 507 കിലോമീറ്റർ നീളമുള്ള ഗാഗ്ര നദി നേപ്പാളിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ബീഹാറിലെ റവൽഗഞ്ചിൽ ഗംഗയുമായി സംഗമിക്കുന്നതിന് വരെയുള്ള ഗാഗ്രയുടെ ആകെ നീളം 1050 കിലോമീറ്ററാണ്. വോളിയം അനുസരിച്ച് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയും രണ്ടാമത്തെ വലിയ പോഷക നദി കൂടിയാണ് കർണാലി നദി, ഇല്ലെങ്കിൽ ഗാഗ്ര നദി എന്ന് പറയുന്നത്. ഇത്രയും നാളും നേപ്പാളിൽ നിന്നും നടന്ന് യാത്ര ചെയ്ത് എനിക്ക് പെട്ടെന്നത് ഒരു ദിവസം 2 ദിവസത്തേക്ക് നിർത്തേണ്ടി വന്നതിൻ്റെ കാരണം ഈ കാണുന്നതാണ്. വലിയൊരു നാഷണൽ പാർക്ക് വരുന്നുണ്ട്. അതിലൂടെ നടന്നു പോയാൽ ആർമിക്കാർ പിടിച്ച് എന്നെ ഇന്ത്യയിൽ കൊണ്ടിടും. കാരണം ഇവിടെ പെർമിഷൻ ഇല്ല. വണ്ടി ഡ്രൈവർ അവിടെ പാസ് കൊടുക്കാൻ പോവുകയാണ്. വാഹനത്തിൽ എത്ര പാസഞ്ചേഴ്സ് ഉണ്ട് കൂടി ഇവിടെ നോക്കും. അതായത് കടുവ, പുലി തുടങ്ങിയ ആന മുതൽ തുടങ്ങിയ വലിയ ആനിമൽസ് ഉള്ള വലിയൊരു നാഷണൽ പാർക്കാണിത്. നേപ്പാളിലെ ഒരു സംരക്ഷിത പ്രദേശമാണ് ബർദിയ നാഷണൽ പാർക്ക്. ഇത് 1988 റോയൽ ബാർഡിയ നാഷണൽ പാർക്കായി സ്ഥാപിതമായി. 968 കിലോമീറ്റർ വിസ്തീർണമുള്ള ഇത് നേപ്പാളിലെ തെറായിലെ, അല്ലെങ്കിൽ പരന്ന പ്രദേശത്തിലെ ഏറ്റവും വലുതും തടസ്സമില്ലാത്തതുമായ ദേശീയോദ്യാനമാണ്. കർണാലി നദിയുടെ കിഴക്കൻ തീരത്തോട് ചേർന്ന് ബർദിയ ജില്ലയിൽ ബാബായി നദിയാൽ വിഭജിക്കപ്പെടുന്നു. റോയൽ ബംഗാൾ കടുവ, കാട്ടാന, വലിയ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ചതുപ്പുമാൻ, കൃഷ്ണമൃഗം തുടങ്ങിയ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഈ ഒരു നാഷണൽ പാർക്ക്. വംശനാശ ഭീഷണി നേരിടുന്ന മറ്റ് ഇനങ്ങളിൽ ഗരിയലാൻഡ്സ്, മാർഷ് മഗർ മുതലകളും ഗംഗ ഡോൾഫിനും ഉൾപ്പെടുന്നു എന്നാണ് ഈ ഒരു നാഷണൽ പാർക്കിൻ്റെ വിവരണത്തിലുള്ളത്. കൂടുതൽ ഈ ഒരു നാഷണൽ പാർക്കിനെ കുറിച്ച് അറിയാൻ ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു വാഹനങ്ങൾ എന്തിനാണ് കൂട്ടത്തിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ, ആനിമൽസ് അറ്റാക്ക് ഏത് നിമിഷത്തിലും ഉണ്ടാകും. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുലി ബൈക്കിൽ സഞ്ചരിച്ച ആൾക്കാരെ ആക്രമിച്ചിരുന്നു. ഞാൻ പോകുന്ന വണ്ടിയുടെ ബാക്കിൽ ആർമിക്കാരും പോകുന്നുണ്ട് അവരുടെ വാഹനങ്ങളിൽ തോക്ക് പിടിച്ചുകൊണ്ട്. കാരണം വലിയ അപകടം പിടിച്ച ഒരു നാഷണൽ പാർക്കാണ് ഈ ഒരു 958 കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ഒരു ബർദിയ നാഷണൽ പാർക്ക്. കൂടെയുള്ള ആൾക്കാരും എന്നോട് പറയുന്നുണ്ട്, ഒരിക്കലും ഇവിടെ ഇറങ്ങി നടക്കാനോ നിൽക്കാനോ സാധിക്കില്ല, അതിന് പെർമിഷൻ വേണം. ആർമി ഡ്യൂട്ടിക്കാരോ ഫോറസ്റ്റ് ഡ്യൂട്ടിക്കാർക്കോ മാത്രമാണ് ഇവിടെ ഇറങ്ങാൻ കഴിയുക. കാരണം അത്രയും അപകടം പിടിച്ച ഒരു നാഷണൽ പാർക്ക് കൂടിയാണെന്നാണ് പറയുന്നത്. വാഹനത്തിൽ മ്യൂസിക് ഉള്ളത് കൊണ്ടാണ് പുള്ളിക്കാരൻ പറയുന്നത് എനിക്ക് ഹൈഡ് ആക്കേണ്ടി വന്നത്.
എന്തായാലും ഈ ഒരു കാരണം ഉള്ളത് കൊണ്ടാണ് അത്രയിലെ ജയങ്കിൾ എന്നെ വണ്ടിയിൽ യാത്രയാക്കിയത്. ഇതൊക്കെ ഒരു ഓർമ്മയാണ് യാത്രയിൽ ഈ ഒരു നാഷണൽ പാർക്കിനെ കുറിച്ച് അറിയാനും വാഹനങ്ങളിൽ യാത്ര ചെയ്യാനും അവരോട് കൂടെ മിങ്കിൾ ചെയ്ത് സംസാരിക്കാനും കഴിഞ്ഞത്. നേപ്പാളിൽ വന്നിട്ട് ഇതുപോലെയുള്ള ഒരു വാഹനത്തിൽ കയറിയുള്ള ആദ്യത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണിത്. അല്ലാത്ത പക്ഷം ഞാൻ ലോറികൾക്കൊക്കെ ലിഫ്റ്റ് അടിച്ചാണ് യാത്ര ചെയ്തിരുന്നത്. ഇത് എന്തായാലും ഭാഗ്യമാണ്. ഈ ഒരു നെൽപ്പാടം കണ്ടോ, എത്ര മനോഹരമായിരിക്കുന്നു. നല്ല ഗ്രീനറി സമ്മാനിക്കുന്ന ഒരു വാഹനയാത്രയും പ്രകൃതി ഭംഗിയും എല്ലാം കൊണ്ട് ഞാൻ സന്തോഷവാനായ ഒരു യാത്ര കൂടിയാണ് ഇന്നത്തേത്. സുഹൃത്തുക്കളെ, കുറേ നേരം വാഹനത്തിൽ സഞ്ചരിച്ചു. വാഹനത്തിൽ സഞ്ചരിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നാഷണൽ പാർക്ക് ഉള്ളത് കൊണ്ടാണ്. അതിലൂടെ നമുക്ക് നടക്കാൻ കഴിയില്ല. ഞാൻ എത്തിയിരിക്കുന്നത് നേപ്പാളിലെ മാഗെ ഡിസ്ട്രിക്റ്റിൽ വരുന്ന കോൽപൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ്. ഗ്രാമം എന്ന് പറയാൻ കഴിയില്ല, ഞാൻ പറഞ്ഞല്ലോ വലിയ മൗണ്ടൻസ് ഏരിയകൾ വിട്ട് സിറ്റി പ്രദേശത്ത് വരുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒന്ന് പറഞ്ഞാൽ ക്രൗഡഡ് ആയിരിക്കും. ഞാൻ നിൽക്കുന്ന സ്ഥലം കൂടി കാണിച്ചു. അത് മാത്രമല്ല, നിങ്ങൾക്ക് കണ്ടോ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. ഏകദേശം 18 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഇവിടുത്തെ കാലാവസ്ഥ നിൽക്കുന്നത്. നല്ല ചൂടാണ്. ചൂട് മാത്രമല്ല, ഈ ലൊക്കേഷൻ കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, കൈ നോക്കണ്ട. കൈ എന്താണ്, ഇന്നലെ ഒരു ചെറിയ ആ ഒരു ഫാമിലിൻ്റെ കൂടെ ഒരു ചെറിയ ചടങ്ങുണ്ടായിരുന്നു. പച്ചക്കറി മുറിക്കുമ്പോൾ കൈ മുറിഞ്ഞതാണ്. ഇതാണ് ഈ സ്ഥലം കേട്ടോ, കോൽപൂർ എന്ന് പറഞ്ഞാൽ. പക്ഷേ നല്ല കാട് ഏരിയകളാണ്. ഈ കാണുന്ന ഈ റോഡ് കണ്ടോ, ഈ റോഡിൻ്റെ 2 സൈഡുകളിലും കാടാണ് കൂടുതലും വരുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് വന്നൊരു കടയാണ് കേട്ടോ. ഈ കടയിൽ വന്ന് ഇവിടുത്തെ ആൾക്കാരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അതായത് ഇവിടുന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ 200 കിലോമീറ്റർ പോയാലാണ് വലിയ മലയോര പ്രദേശങ്ങൾ വരിക. അതുവരെ എനിക്ക് എന്താണ് നടക്കണം, ഇല്ലെങ്കിൽ വണ്ടിക്ക് ലിഫ്റ്റ് അടിക്കണം. കാരണം എന്താണ്, പരന്ന പ്രദേശങ്ങൾ നമ്മളെ യാത്ര അത്ര പോസിബിൾ അല്ല. ഒന്ന് പറഞ്ഞാൽ നല്ല ക്രൗഡഡ് ആണ്, നല്ല എക്സ്പെൻസ് ആണ്. അതിൻ്റെ മെയിൻ റീസൺ ആണ് കേട്ടോ. ഇത് ഇവിടുത്തെ കടയാണ്. കടയത്തെ ആൾക്കാരും അമ്മയും മക്കളും എല്ലാവരും കടയിൽ ഇരിക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊരു ഒരു പയ്യനോട് ഞാനെന്താ ചൗമീൻ ആക്കാൻ പറഞ്ഞാണ്. ഹായ് ഭായിജി, നമസ്തേ. ഇവിടെ പുള്ളിക്കാരൻ ചൗമീൻ ആക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സ്ഥലം മാറുമ്പോഴും സ്റ്റേറ്റ് മാറുമ്പോഴും ആൾക്കാരുടെ സ്വഭാവത്തിലും കൾച്ചറിലും നല്ല മാറ്റമുണ്ട്. भाई साहब, ये कौन सा प्रदेश है? लुम्बिनी प्रोविंस है। लुम्बिनी प्रदेश। जिला का नाम क्या है? बागे जिला, लुम्बिनी प्रदेश, कोलपुर लोग। ठीक है, आपका नाम क्या है? मेरा बहादुर खत्री। बड़ा नाम है, खत्री है। इधर खत्री कास्ट है। ठीक है, बढ़िया. എന്തായാലും നമ്മളെ ചൗമീൻ ആക്കട്ടെ. ഇവിടെ എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ്. ഹായ്, ആപ്കാ ഫാമിലി है? ഫാമിലി है. ഹായ് ബോലിയോ ഭയ്യ, ഹായ് ബോലിയേ. ഇവിടെ ഒരു കുഞ്ഞുണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു ബേബി ഉണ്ട്, ഇന്ന് കളിക്കുകയാണ്. ഇവിടെ കുട്ടികളൊക്കെ കണ്ടു, ഇവർ പൂയിലും മണ്ണിലൊക്കെ ഇട്ട് കളിപ്പിക്കും കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇല്ലാത്തൊരു സംഭവമാണ്. എല്ലാവർക്കും നല്ല ക്യൂരിയോസിറ്റിയാണ് നമ്മുടെ വീഡിയോയിൽ വരാൻ വേണ്ടി. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ചിപ്പാങ് എന്നുണ്ടോ, ചിപ്പാങ് കോല ബ്രിഡ്ജ്, ഒരു ചെറിയൊരു പാലമാണ്. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ഒരു പാലമാണ്. ഇവിടെ ധാരാളം വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടോ. ഇതൊക്കെ ഒരു ചായക്കടയാണ്. അതായത് വീണ്ടും ഞാൻ മലയോര ഗ്രാമങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഞാനിപ്പോൾ ഉള്ളത് സുദർ പസീം എന്ന് പറഞ്ഞ സ്റ്റേറ്റിലല്ല, നേപ്പാളിലെ പ്രധാനപ്പെട്ട ഒരു പുതിയ സ്റ്റേറ്റാണ് കർണാലി പ്രൊവിൻസ് എന്ന് പറയും. ഇത് സ്റ്റേറ്റാണ് ചോദിച്ചാൽ സ്റ്റേറ്റ് പോലെയാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലൊക്കെ പറയാറില്ല നമ്മൾ. അതേപോലെയുള്ള ഒരു ഭരണ സംസ്ഥാനമാണെന്ന് പറയാം, സ്റ്റേറ്റ് ആണെന്ന് പറയാം. പക്ഷെ മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. അതായത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ധാരാളം പൈസക്കാരുള്ള ഒരു സംസ്ഥാനം കൂടിയാണെന്ന് പറയാം കർണാലി. കാരണം ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ കൂടുതൽ ഐറ്റംസും വരുന്നത് ചൈനയിൽ നിന്നാണ്. അത് ഈ മല കയറി പോകുമ്പോൾ ഹുംല, ഡോൾപ്പ ഇങ്ങനെ പറഞ്ഞ വലിയ ഹിമാലയ ഗ്രാമങ്ങളുണ്ട്. ചിലപ്പോൾ ട്രേഡ് ഉണ്ടായിരിക്കുക, ചൈനയുമായി ബന്ധമുള്ള ഒരു ഏരിയ, ബോർഡർ ഏരിയ കൂടി ആയിരിക്കും എനിക്ക് തോന്നി ഈ ഒരു കർണാലി പ്രൊവിൻസ് എന്ന് പറയുന്നത്. അതായത് കർണാലി നദിയുടെ ഒരു മെയിൻ സ്ഥലമാണ് കേട്ടോ. വലിയ കാട് ഏരിയ ആയതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഓഫീസർമാരുടെ സഹായത്തോടു കൂടി എനിക്കൊരു ട്രാവലർ കിട്ടി. അതുമാത്രമല്ല, ഡ്രൈവറോട് നടന്ന് യാത്ര ചെയ്യുന്നതൊക്കെ പറഞ്ഞപ്പം ഏകദേശം 50 രൂപ മാത്രം തന്നാൽ മതി കയറിക്ക പറഞ്ഞപ്പം ഒന്നും നോക്കിയില്ല. കാരണം പോലീസ് ഓഫീസർമാർ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും എതിർക്കരുത്. കാരണം ഞാനുള്ളത് വേറൊരു രാജ്യത്താണ്. അങ്ങനെ കയറിയതാണ്. പക്ഷെ ഒരു സത്യം പറയാമല്ലോ, നടന്ന് കുറേ നാൾ യാത്ര ചെയ്ത് ഇതേപോലെയുള്ള വണ്ടിയിൽ കയറുമ്പോൾ ഛർദി, തലകറക്കം പോലുള്ള അസുഖങ്ങൾ നല്ലപോലെ വരുന്നുണ്ട്. എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നടന്നുള്ള യാത്രയും കാടുകളിലെ സ്റ്റേയും. ഇതാകുമ്പം ആരുടെ ശല്യമില്ല, നമ്മളെ ബഡ്ജറ്റ് യാത്ര മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ നല്ല പോലീസുകാരും നല്ല വണ്ടി ഡ്രൈവറും ആയതുകൊണ്ടാണ് ഞാൻ ഈ വാഹനത്തിൽ കയറിയത്. എനിവേ, എല്ലാ യാത്രകളും യാത്രയുടെ ഒരു ഭാഗമാണ്. ഈ കാണുന്ന പ്രകൃതിയൊക്കെ കണ്ടോ, മനോഹരമായിരിക്കുന്നു.
സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലെ കർണാലി പ്രൊവിൻസിൽ വരുന്ന, അതായത് കർണാലി സ്റ്റേറ്റിൽ വരുന്ന ഗുറാസ് എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. ഡൈലേക്ക് എന്ന് പറഞ്ഞ ഒരു ജില്ലയാണ്. ഡൈലേക്ക് ജില്ലയിലെ ഗുറാസ് ഗാവ് പാലിക 4-ാം നമ്പറിൽ വരുന്ന ഒരു സ്ഥലമാണ്. 4-ാം നമ്പറാണ് ഈ ഗാവിലെ 4-ാം നമ്പർ എന്ന് പറയും. അങ്ങനെയാണ് ഇവിടെ കണക്ക് കൂട്ടുന്നത്. അത് കൂടാതെ ഈ ഒരു സ്ഥലം കണ്ടോ, അടിപൊളിയാണ്. ഞാൻ നിങ്ങൾക്കൊരു മനോഹരമായ സ്ഥലം കാണിച്ചത്. അതിന് മുന്നേ ഇതൊരു ദീദീൻ്റെ കടയാണ്. ഇവിടെ കാണിച്ചത് കണ്ടോ, ഒരു ചെറിയ കടയാണ്. ദീദി ഈ ക്യായേ इधर आओ चलोटी चलोटी मेरा देख है एक पीस चलोटी मिठा है मिठा ठीक है മധുരമില്ല എന്തോ സാധനമാണ്. ഈ അമ്മക്ക് നേപ്പാൾ ഭാഷ മാത്രമേ അറിയൂ, വേറെ ഭാഷ അറിയില്ല. ഞാൻ ഒരു ചായ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം ഈ ഒരു വില്ലേജിൽ കണ്ട ഒരു അമ്മയാണ്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ. എന്തായാലും ഞാൻ വന്ന സ്ഥലം അടിപൊളിയാണ്. അതായത് ഒരു സംസ്ഥാനം ഏകദേശം മൊത്തം കവർ ചെയ്ത് മറ്റൊരു സംസ്ഥാനത്തിലാണ് ഞാനുള്ളത്. നിങ്ങൾക്കൊരു അടിപൊളി വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഉണ്ടോ ചെറിയൊരു കടയുണ്ട്. ഞാൻ പോകാൻ പോകുന്ന ലൊക്കേഷൻ്റെ വ്യൂ ആണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. കണ്ടോ, മുകളിലോട്ട് നോക്കിയേ എത്ര മനോഹരമായ സ്ഥലമാണെന്നറിയോ. ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1973 മീറ്റർ ആണെന്ന് പറയാം. അതായത് വലിയ ഹൈറ്റ് ഇല്ലെങ്കിലും ഹൈറ്റ് തന്നെയാണെന്ന് പറയാം. കാരണം വലിയൊരു ഹിമാലയ സൈഡാണ്. അങ്ങ് ദൂരെ കണ്ടോ, അതൊക്കെ വലിയൊരു ഹിമാലയൻ സൈഡാണ്. ആകാശത്തിൻ്റെ കളർ നോക്കി എത്ര മനോഹരമായിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഗുറാൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രാമത്തിലെ സിറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മാർക്കറ്റ് കാണിച്ചു തരാം. ഇവിടെ ചെറിയൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല ഹിമാലയ സൈഡ് കൂടി കാണിച്ചു തരാം. അങ്ങ് ദൂരെ നോക്കി വലിയൊരു ഹിമാലയ തന്നെയുണ്ട്. മഞ്ഞുമലകൾ നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ കഴിയില്ല, കാരണം നല്ല ദൂരമാണ്. ഇതാണ് ഈ ഒരു ബജാർ എന്ന് പറയും, മാർക്കറ്റാണ്. ഗുറാൻസ് എന്ന് പറയും കേട്ടോ. ഗുറൈൻസ് എന്നാണ് ഗൂഗിളിലൊക്കെ കാണിക്കുന്നത്. ഇവർ ഗുറാസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഗ്രാമവാസികൾ ഗുറാസ് എന്ന് പറയും. ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ കടകളാണ്. എന്തായാലും ഒരു പീസ്ഫുൾ അന്തരീക്ഷം നൽകുന്ന ഒരു ഗ്രാമത്തിലൊരു സിറ്റിയാണ്. എനിക്കൊരു അത്ഭുതം തോന്നിയ കാര്യം, ഞാൻ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ കൾച്ചർപരമായും ആൾക്കാരുടെ സ്വഭാവ രീതിയിലായാലും നല്ല മാറ്റമുണ്ട്. നിങ്ങൾക്കിവിടുത്തെ ആകാശം കണ്ടോ, ഇതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ കടകളാണ്. എനിവേ അടിപൊളിയാണ്. ഈ ഒരു സെൻറ്ററിൽ ഏകദേശം 500-600 മീറ്ററിൽ വ്യാപിച്ച് കിടക്കുന്ന ചെറിയൊരു സിറ്റി ഏരിയ എന്ന് പറയാം. ഇതൊക്കെ കണ്ടു, ഇതൊക്കെ ചെറിയ കടകളാണ്. കടകളൊക്കെ പറഞ്ഞാൽ ഇവിടെയൊക്കെ സിമെൻ്റ് ഇട്ട കടകൾ കാണുന്നുണ്ട്. സിമെൻറ്റും മരവും. ഞാൻ മുമ്പുണ്ടായ സ്റ്റേറ്റിൽ അധികം മരത്തിൻ്റെയൊക്കെ കടകളാണ്. മരം കൊണ്ടാണ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് 1 നില 2 നില മരം മാത്രം. പിന്നെ അവർ ചേർത്തിട്ടുള്ളത് കരിങ്കല്ലും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എത്തുമ്പോൾ അത്യാവശ്യം കുറച്ച് റിച്ച് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഒരു റിച്ച് കൾച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ആകാശം ഇന്നത്തെ ദിവസം എന്താണോ അറിയില്ല, ഞാനിവിടെ കാല് കുത്തിയത് കൊണ്ടാണോ ഇത്ര മനോഹരമായിരിക്കുന്നത്. എന്ത് സുന്ദരമായ ആകാശം നോക്കിയേ. അത് മാത്രമല്ല താഴെ ചെറിയൊരു നെൽപ്പാടമുണ്ട്. നെൽപ്പാടവും കടുകുപാടവും. ഞാനിങ്ങനെ മലയാളത്തിൽ സംസാരിക്കുമ്പം ഈ വീടുകൾക്കും ഹോട്ടലിനുള്ളിലൊക്കെ ആൾക്കാരുണ്ട്. അവരെൻ്റെ മലയാളം ഭാഷ കേട്ട് ഇങ്ങനെ ക്യൂരിയോസിറ്റിയോട് നോക്കുവാണ്. പക്ഷേ ക്യാമറ കണ്ടപ്പം ഇവിടെ ഉണ്ടായ ആൾക്കാരൊക്കെ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറിപ്പോയി. ഒന്ന് ഫേസ് ചെയ്യാനുള്ള മടിയാവാം, പക്ഷേ എല്ലാവരും നല്ല മനുഷ്യരായിരുന്നു. ഞാൻ വന്നപാട് എന്നോട് നല്ലതുപോലെ സംസാരിച്ചു. വീഡിയോ എടുക്കുമ്പോൾ അവർ മാറി നിൽക്കുന്നത് മാത്രമാണ്. എന്നോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഇവിടെ അധികം ചേത്രി കാസ്റ്റാണ് വരുന്നത്. ഓരോ ഭാഗങ്ങൾ ഓരോ തരം കാസ്റ്റുകൾ വരും. ബന്ധാരി, രാജ്പുട്ട് അങ്ങനെ തുടങ്ങിയത് ഇവിടെ ചേത്രിയാണ്. അതായത് നല്ല തണുപ്പുള്ള ലൊക്കേഷനാണ്. രാത്രിയാകുമ്പോൾ -2, -3 വരുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 4 ഈ ഒരു ആട് കണ്ടോ, ആടും 2 അമ്മമാരൊക്കെ ഉണ്ട്. എൻ്റെ ഭാഷ കേട്ട് ഇങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുവാണ് പാവങ്ങൾ. എനിവേ എനിക്കൊരു ഗ്രാമം നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. നാളെ വേണം ഇവിടെ നിന്ന് ട്രക്ക് ചെയ്ത് അടുത്ത ഗ്രാമങ്ങളിലേക്ക് പോകാൻ വേണ്ടി. നടന്നുള്ള കാടുകളിൽ കിടന്നുള്ള മനോഹരമായ യാത്ര. ഞാൻ നിൽക്കുന്ന റൂം കൂടി കാണിച്ചു തരാം. നേപ്പാൾ പൈസ 100 രൂപക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല. അത്യാവശ്യം നല്ല റൂമാണ്. കാരണം 100 രൂപയ്ക്ക് ഇങ്ങനെ റൂം, അതായത് ഇന്ത്യൻ പൈസ 60 രൂപ. നമ്മുടെ നാട്ടിലൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും അത് തികയില്ല, അറിയാലോ. അതുകൊണ്ട് മാത്രമാണ് എടുത്തത്. കാരണം എല്ലാത്തിനും ചാർജ് ഫുള്ളാക്കിയിട്ട് വേണം നാളെയുള്ള നടന്നുള്ള യാത്ര പോകാൻ. ഒറ്റപ്പെട്ട ഇടങ്ങളാണ്. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക. ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി വീണ്ടും നമ്മളെ പൂർണ്ണമായുള്ള നടന്നുള്ള യാത്ര, വാഹനങ്ങളൊന്നും ഉണ്ടാവത്തില്ല. കാരണം മലയോര പ്രദേശം മൊത്തം ഞാൻ നടന്നാണ് ഈ യാത്ര ചെയ്യുക. സിറ്റി ഏരിയകളിൽ എത്തിയാൽ മാത്രമാണ് ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത വാഹനങ്ങൾ ഞാൻ ചൂസ് ചെയ്യുന്നത്. കൂടെ നിൽക്കുക. നല്ല നല്ല മനോഹരമായ വില്ലേജിലെ കാഴ്ചകളും മലയോര കാഴ്ചകളുമായി ഞാൻ വരുന്നതാണ്.